ഹായ് ഓൾ, എല്ലാവർക്കും അമിൻഡാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റോ അതല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു നല്ല ചൂടുണ്ടല്ലോ, അതൊന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളത്തിൽ പേസ്റ്റ് മിക്സാക്കി എടുക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് ഞാനൊരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു സ്പൂണോളം പേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ കുറച്ച് ചുടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടും കേട്ടോ. ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മിക്സായിട്ടുള്ള ഈ ഒരു പേസ്റ്റിൻ്റെ മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ളതിലേക്ക് ഞാൻ വീണ്ടും വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് മിക്സാക്കി എടുക്കുന്നത്. 3-4 തവണ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് ഫുള്ള് പേസ്റ്റും ഞാൻ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ബാലൻസ് വരുന്ന വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്താണ്ട് ചേർത്ത് കൊടുക്കാനുണ്ടായത്. ഇപ്പോൾ ഞാനിതാ 3-4 തവണയായിട്ട് മുഴുവൻ പേസ്റ്റും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. തിളച്ച വെള്ളത്തിൽ കുറച്ച് പേസ്റ്റ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൊടിയുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ളതായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു തട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പേസ്റ്റിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലാദ്യം ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ലിഡാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു പേസ്റ്റിൻ്റെ മിക്സിൽ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്ക് ആ ഒരു പേസ്റ്റ് മിക്സ് ആകുന്ന വിധത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും വേണ്ട. കുറച്ച് സമയം നമ്മളിതുപോലെ വെച്ചതിന് ശേഷം ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഒരു പാത്രമാണെങ്കിലും നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് അഴുക്കുണ്ടായിരുന്നു. അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കർ പോലും എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാണ്ട് പൊടി പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ, ചെറിയ രീതിയിൽ തുരുമ്പ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പതയൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് നല്ല രീതിയിൽ നമുക്കിത് ക്ലീനായിട്ട് കിട്ടും. മാത്രമല്ല ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ഉരച്ച് കൈവേദനയ്ക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട. അപ്പോൾ കണ്ടോ, എനിക്കിത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കർ പോലും എനിക്ക് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എഡ്ജൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ചിരവയാണ്. നമ്മൾ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ കഴുകി വെക്കും. ചില സമയത്ത് നമ്മൾ അങ്ങനെ കഴുകി വെക്കാറുമില്ല. അതുപോലെ ചെയ്യുന്ന സമയത്ത് ഈ തേങ്ങയുടെ എണ്ണമയം കാരണം ചെറിയൊരു കൊഴുപ്പും അതുപോലെ തേങ്ങയുടെ പൂപ്പിലൊക്കെ ചിരവയിൽ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഇതുപോലെയുള്ളൊരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ചിരവയിൽ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാൻ കേട്ടോ. ചിരവയുടെ എല്ലാ സൈഡും ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു എണ്ണമഴവും അഴുക്കും കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. ചിരവയുടെ പല്ലിൻ്റെ അടിവശത്തൊക്കെ എനിക്ക് കുറച്ച് പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു അടിവശം കൂടി ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ വശവും ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുത്തതിന് ശേഷം ആ ഒരു പേസ്റ്റ് മിക്സ് വെച്ചിട്ട് ഉരച്ച ആ ഭാഗങ്ങളെല്ലാം ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് വരാം.
ഇപ്പോൾ ഞാനിത് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചിരവ നല്ല പോലെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അഴുക്കില്ലാതെ നമ്മൾ പുത്തനായിട്ട് വാങ്ങുന്ന ചിരവ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം വേണം നമ്മൾ മാറ്റി വെക്കാനായിട്ട്. വെള്ളത്തോടു കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കേട് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വശവും തുടച്ചെടുത്തതിന് ശേഷം നോക്കി അതിൻ്റെ പല്ലിൻ്റെ ആ ഒരു വശമൊക്കെ എനിക്ക് നല്ല പോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പോൾ സ്റ്റൗവിൻ്റെ ടോപ്പ് വശത്ത് ഞാൻ ഇതുപോലെ ആ ഒരു മിക്സ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബർണർ വരുന്ന ഭാഗം 2 ചിരട്ട് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബർണർ വരുന്ന ഭാഗം ഒന്ന് സേഫാക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു പേസ്റ്റിൻ്റെ മിക്സ് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ വശത്തേക്കും കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എത്ര നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാലും കുക്കിംഗ് കഴിഞ്ഞാലും വൃത്തികേടാവുന്ന ഒന്ന് തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശം. അതുപോലെ തന്നെ സ്റ്റൗ വെച്ചതിൻ്റെ പിറകുവശമൊക്കെ നന്നായിട്ട് വൃത്തികേടാവാറുണ്ട്. അതെല്ലാം ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ആദ്യം ഞാൻ കൈ വെച്ചിട്ട് തന്നെ എല്ലാ വശവും ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ബാഗാണ് കേട്ടോ. ഇനി ഇതല്ലെങ്കിൽ സ്പഞ്ച് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് വേണം ഗ്യാസ് സ്റ്റൗ ആയാലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അഴുക്കൊക്കെ എനിക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വശവും ഞാൻ അത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാനിതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യം ഉണങ്ങിയ തുണി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പൊക്കെ നല്ല പോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അഴുക്കൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗ വെച്ചതിൻ്റെ പിറകുവശത്തുള്ള ടൈലാണ്. അത് ഞാൻ 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ അഴുക്കൊന്നും അധികം ഇല്ല കേട്ടോ. ഇനി എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ടൈലാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ കൈ കൊണ്ട് ആ ഒരു ഭാഗത്തെല്ലാം ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഉരച്ചെടുത്താൽ മതി. ആ ഒരു സമയത്ത് തന്നെ എത്ര അഴുക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ വശവും ഒന്ന് അതുപോലെ ഉരച്ചെടുത്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ എനിക്ക് ആ ഒരു ടൈലും ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിതിൽ ആദ്യമേ കുറച്ച് അഴുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല അഴുക്കുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ തന്നെ മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ സിങ്ക് ആയിക്കോട്ടെ ടോയ്ലറ്റ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഗ്യാസ് സ്റ്റൗ ആയാലും അത് വെച്ച ആ ബാക്ക് വശത്തുള്ള ടൈലായാലും നല്ല പോലെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലീനിങ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.